ശ്രീ മഹേശ്വരനിൽ സാന്ത്വന വർഷം ചൊരിഞ്ഞ് മഹാവിഷ്ണുവിൻ്റെ ആലിംഗനം. കൊട്ടിയൂരിലെ ആലിംഗന പുഷ്പാഞ്ജലി. ആരാധന നിറവിലാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം. തിരുവോണം, അഷ്ടമി, രേവതി ആരാധനകൾ പൂർത്തിയായി. 4 ആരാധനകളിൽ അവസാനത്തേതാണ് രോഹിണി ആരാധന. ശങ്കരതനയ വിനായക ഐങ്കരദേവ ഗജാനന ശങ്കരതനയ. രോഹിണി ആരാധനാ നാളിലാണ് പവിത്രമായ ആലിംഗന പുഷ്പാഞ്ജലി നടക്കുന്നത്. കുറുമാത്തൂർ ഇല്ലത്ത് നായ്ക്കൻ സ്ഥാനികൻ നമ്പൂതിരിപ്പാടാണ് പാരമ്പര്യമായി ആലിംഗന പുഷ്പാഞ്ജലി നടത്തുന്നത്. നായ്ക്കൻ സ്ഥാനികൻ കുറുമാത്തൂർ ഇല്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന് വാർദ്ധക്യ സഹജമായ അവശത കാരണം കഴിഞ്ഞ 3 വർഷമായി കൊട്ടിയൂരിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ഡിസംബറിൽ അദ്ദേഹം അന്തരിച്ചു. പരമേശ്വരൻ നമ്പൂതിരിയുടെ പിന്മുറക്കാരനായി കുറുമാത്തൂർ ഇല്ലത്ത് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പുതിയ സ്ഥാനികനായി അവരോധിക്കപ്പെട്ടു. അദ്ദേഹമാണ് ഇത്തവണ കൊട്ടിയൂരിൽ ആലിംഗന പുഷ്പാഞ്ജലി നടത്തുന്നത്. സതീദേവിയുടെ വിരഹദുഃഖത്താൽ വിഷമിച്ചിരിക്കുന്ന ശ്രീ മഹേശ്വരനെ മഹാവിഷ്ണു ഗാഢമായി ആശ്ലേഷിച്ച് മനം കുളിർപ്പിക്കുന്ന ധന്യമുഹൂർത്തത്തിൻ്റെ പുനരാവിഷ്കാരമാണ് കൊട്ടിയൂരിലെ ആലിംഗന പുഷ്പാഞ്ജലി. കുറുമാത്തൂർ ഇല്ലത്ത് നായ്ക്കൻ നമ്പൂതിരിയുടെ ജന്മാവകാശമാണ് ആലിംഗന പുഷ്പാഞ്ജലി. ആരാധനയുടെ തലേ ദിവസം കുറുമാത്തൂർ നമ്പൂതിരിപ്പാടും പരികർമ്മികളും മണത്തണ കുണ്ടേൻ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തി കുളിയും തേവാരവും നടത്തണം. മണത്തണയിലെ ആക്കൽ തറവാട്ടിലാണ് തന്ത്രിയും പരികർമ്മികളും വിശ്രമിക്കേണ്ടത്. തിങ്കളാഴ്ച വൈകുന്നേരം ആക്കൽ തറവാട്ടിലെത്തിയ നായ്ക്കൻ സ്ഥാനികനെയും പരികർമ്മികളെയും ആചാരപരമായി സ്വീകരിച്ചു. രോഹിണി ആരാധനാ നാളിൽ ഉച്ചയോടെയാണ് തന്ത്രി കൊട്ടിയൂരിലെത്തേണ്ടത്. ആക്കൽ കയ്യാലയിൽ വിശ്രമിച്ച ശേഷം ഉച്ച ശീവേലിക്ക് മുമ്പ് തിരുവഞ്ചിറയിലെ തീർത്ഥക്കുളത്തിൽ കുളിച്ച് മുഖമണ്ഡപത്തിലെത്തണം. തന്ത്രിയെ ഉഷക്കാമ്പ്രം നമ്പൂതിരി വരവേറ്റ് മണിത്തറയിലിരുത്തുന്ന ചടങ്ങാണ് പിന്നീട്. കുറുമാത്തൂർ തന്ത്രി ആരാധനാ പൂജ നടത്തുമ്പോൾ മണിത്തറയിൽ പനയൂർ നമ്പൂതിരിയും താഴെ പാലക്കുന്നം നമ്പൂതിരിയും പരികർമ്മികളും ഇരിക്കണമെന്നാണ് പാരമ്പര്യമായുള്ള അനുഷ്ഠാനം. കുറുമാത്തൂർ സ്ഥാനികൻ നമ്പൂതിരിപ്പാട് മണിത്തറയിൽ കയറുന്നതോടെ വാദ്യഘോഷങ്ങൾ തുടങ്ങും. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഉഷക്കാമ്പ്രം നമ്പൂതിരി നൽകുന്ന പൂജാപുഷ്പങ്ങൾ സ്വയംഭൂവിൽ അർച്ചന ചെയ്യുന്നു. പാലക്കുന്നം നമ്പൂതിരി നൽകുന്ന തീർത്ഥവും അഭിഷേകം ചെയ്യുന്നു. ഹരിഗോവിന്ദ വിളികളാൽ തിരുവഞ്ചിറയും പരിസരവും മുഖരിതമാവുമ്പോൾ തന്ത്രി മണിത്തറയിൽ മുട്ടുകുത്തി കമിഴ്ന്നു കിടന്ന് സ്വയംഭൂവിനെ 2 കൈകളും കൊണ്ട് നെഞ്ചോട് ചേർത്ത് ആലിംഗനം ചെയ്യുന്ന പവിത്രമായ ചടങ്ങാണ് ആലിംഗന പുഷ്പാഞ്ജലി. ചടങ്ങ് കഴിഞ്ഞ് തന്ത്രി ആക്കൽ കയ്യാലയിലെത്തി ആരാധനാ സദ്യയിൽ പങ്കെടുക്കണം. ഇതാണ് കൊട്ടിയൂരിലെ ആലിംഗന പുഷ്പാഞ്ജലിയുടെ ചടങ്ങുകൾ. കുറുമാത്തൂർ നമ്പൂതിരിപ്പാടിന് പുലയോ വാലായ്മയോ വന്നാൽ ആലിംഗന പുഷ്പാഞ്ജലി മുടങ്ങിപ്പോകാറുണ്ട്. രോഹിണി ആരാധനാ നാളിൽ ഉച്ചയ്ക്ക് പൊന്നിൻ ശീവേലിയും സന്ധ്യയ്ക്ക് പഞ്ചഗവ്യ അഭിഷേകവും നടക്കും. ആരാധന സദ്യയുമുണ്ടായിരിക്കും. നവകാഭിഷേകവും കളഭാഭിഷേകവും ആരാധനാ നാളിലെ വിശേഷ ചടങ്ങുകളാണ്. രോഹിണി ആരാധനയ്ക്കുള്ള പൂജാദ്രവ്യങ്ങൾ മട്ടന്നൂർ പഴശ്ശിയിലെ പടിഞ്ഞാറേ കോവിലകത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. രോഹിണി ആരാധന കഴിയുന്നതോടെ കൊട്ടിയൂരിൽ ചതുശതങ്ങളുടെ നാളുകളാണ്. അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെടുന്നത്. ഐങ്കരദേവ ഗജാനന ശങ്കരതനയ വിനായക ഐങ്കരദേവ ഗജാനന. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.
Relax. Redefine yourself. Green Planet Hotel, near Kannur Airport, Mattannur.